എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റംബൂട്ടാനിൽ കാൽഷ്യം നൈട്രേറ്റ് എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിൻ്റെ അളവും കാര്യങ്ങളുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ അടിച്ചു. അപ്പോൾ 2 പ്രാവശ്യം നമ്മളുടെ ഈ കായയുടെ വളർച്ച കാലഘട്ടത്തിൽ നമുക്ക് റംബൂട്ടാൻ അടിച്ചു കൊടുക്കാം. അതായത് പഴം പഴുത്ത് തുടങ്ങുന്ന ടൈമിലേക്ക് അടിക്കരുത്. കായൊരു ശരിക്കും ഒരു ചെറിയൊരു നെല്ലിക്ക പരുവൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ആ ടൈമിൽ അടിക്കാം. അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു വലുപ്പമായി, അതിനേക്കാൾ വലുതായി. അപ്പോൾ ഈ ഒരു സൈസ് വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ട് ഒരു 20-25 ദിവസം ഗ്യാപ്പിൽ. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇതിപ്പം മെയ് മാസം 4-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് ഏത് വേണേലും ചെയ്ത് കൊടുക്കാം. അത് നമ്മളുടെ മാർക്കറ്റിൽ തന്നെ കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കാൽഷ്യം നൈട്രേറ്റ്. ഇതിൽ നമ്മൾ നോക്കിയാൽ മതി അതിൻ്റെ കണ്ടന്റ്. 15.5% നൈട്രേറ്റ്, കാൽഷ്യം 18.5%. ഇത് വാട്ടർ സോളിബിൾ ആണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലയിച്ച് കിട്ടും. നമുക്ക് പോളിയർ സ്പ്രേ വഴി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ചെയ്യണമെന്ന്, ചെറിയ മരങ്ങളൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കായയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്താൽ അതിന് ഫ്രൂട്ട് ഡ്രോപ്പ്, അതായത് പഴങ്ങൾ താഴെ പോരുന്ന പരിപാടി ഇതുണ്ടല്ലോ, കൂടുതൽ കൊഴിച്ചിലാണുള്ള പ്രശ്നം നമ്മളുടെ റംബൂട്ടാൻ്റെ. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്യാം. പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നല്ല, ഒരു പരിധി വരെ. നല്ല കായകൾക്കൊക്കെ അത്യാവശ്യം വലിപ്പവും തൂക്കവും കിട്ടും. അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യേണ്ടത് പശയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് അളവ് വന്നിട്ട് 2 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചെയ്യുന്നത്. എനിക്ക് 3 ഗ്രാം വരെയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ കാഠിന്യം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ഉള്ള കായ കൂടി താഴെ പോരും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ കാൽഷ്യം നൈട്രേറ്റ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു ബോൾസ് രൂപത്തിൽ, ഗ്രാനുവൽ രൂപത്തിലാണ് വരുന്നത്. ഇതാണ് പശ എടുത്തിരിക്കുന്നത്. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 0.5 ml 0.5 ml പശ എടുക്കാം. 200 ലിറ്റർ എടുക്കുകയാണെങ്കിൽ 100 ml പശ മതിയാവും. അതുപോലെ തന്നെ ഇതിൽ ഇട്ടിട്ട് ശരിക്കും നമ്മൾ ഇളക്കി ഒന്ന് കൊടുക്കണം. അപ്പോൾ സംഭവം നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് ശരിക്കും തെളിഞ്ഞ വെള്ളം പോലെ കാണാൻ പറ്റും. നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ ഇളക്കുക, അതിന് ശേഷം പശ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ ചെയ്യണം. അതായത് ഒരു 6 മണി തുടങ്ങി നമുക്കൊരു 8:30 വരെ ഒക്കെ വലിയ ചൂടില്ലെങ്കിൽ ചെയ്തു കൊടുക്കാം. വെയിലിൻ്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ നിൽക്കരുത്. ഉള്ള കായ കൂടി താഴെ പോരും. അപ്പോൾ 8:30 വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ. പിന്നെ വൈകിട്ട് ഒരു 4-4:30 ശേഷം, വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 7 മണിക്കുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഇത് നമ്മുടെ ചെടികൾക്ക് വലിക്കാൻ, അബ്സോർബ് ചെയ്യാനും, അതുപോലെ ആ ടൈമിലാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ന്യൂട്രിയൻ്റ് വലിച്ചെടുക്കാൻ അതിന് സാധിക്കുന്നത്. ആ ടൈം നോക്കി നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് പശ ചേർക്കുന്നത്. അപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അപ്പം അടിക്കാതിരിക്കുക. എന്തായാലും കുറച്ച് സമയം, ഒരു 5-8 മണിക്കൂറെങ്കിലും നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഇലയിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് പെട്ടെന്ന് ഒഴുകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഒരു മഴ പെയ്തിട്ട് നിൽക്കുന്ന ഒരു മരമാണെങ്കിൽ ആ മരത്തിന് അപ്പോൾ തന്നെ നമ്മൾ കലക്കിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ആ ഇലകളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഴുകിയിട്ട് പോരും. നമ്മൾ അടിക്കുന്ന വളം നമ്മൾ താഴേക്ക് ഒഴുകിപ്പോരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതെ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.